ചോദിച്ചോളൂ. പച്ചന പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അക്ഷരമാലയൊക്കെ എഴുതി പഠിച്ചില്ലേ? അതിനെ വ്യഞ്ജനാക്ഷരങ്ങളും ചെറാക്ഷരങ്ങളും കൂടി ചേർത്ത് കുറച്ച് പേരൊക്കെ നന്നായി പഠിച്ചു എന്ന് ഞാൻ 1-2 പേരൊക്കെ വിളിച്ചപ്പോ ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല. കുറേശ്ശെ ഞാൻ വിളിക്കാം. അങ്ങനെ എനിക്ക് കാണിച്ചു തന്നാൽ മതി കേട്ടാ. വാട്സപ്പിൽ അയക്കുമ്പോൾ ഹാങ് ആയിട്ടാണ് അത്ര എല്ലാവരും ഒരുമിച്ച് അയക്കേണ്ടെന്ന് പറഞ്ഞത്. കാരണം കുറെ പേജ് ഉണ്ടല്ലോ. ഓക്കെ, അതൊക്കെ ക്ലിയർ ചെയ്യാം കേട്ടാ. Today we are going to take the next new lesson. Page number 72. Ratnagar. Last day I gave an introduction. അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു കഥ പറഞ്ഞു നിർത്തി മലയാളത്തിൽ. That chapter. Listen carefully. Ratnagar. Who is Ratnagar? He is a thief. അല്ലേ? ഒരു കള്ളന്റെ പേരാണ് നമ്മൾ അന്ന്, കള്ളൻ എന്ന പേരിലാണ് നമ്മൾ അന്ന് രത്നാകറിനെ പരിചയപ്പെട്ടത്. അല്ലേ? രത്നാകർ. He was robber. അല്ലേ? एक जंगल में listen. Take your textbook. Look at each line carefully. Are you ready? നല്ല കഥയാണ്, കേട്ടിരിക്കുക, വായിക്കാൻ ശ്രമിക്കുക. വായിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. एक जंगल में एक डाकू रहता था. डाकू means robber. അല്ലേ? റോബർ ആണ്, കള്ളനാണ്. डाकू കൊള്ളയടിക്കുക, ആളുകളിൽ നിന്ന് പിടിച്ചു പറിക്കുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാ? റോബർ എന്ന് പറയുന്നത്. एक jungle means forest. In a forest there was a robber. Here there was a robber. उसका नाम था रत्नाकर. His name was रत्नाकर. रत्नाकर नाम था. He was रत्नाकर. रत्नाकर बड़ा निर्दयी. निर्दयी means ruthless or rude. Rough ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പറയാ. സ്മൂത്ത് അല്ലാത്ത ആളുകളെ. അല്ലെ? നിർദയി, ദയയില്ലാത്തവൻ. രത്നാകർ ബड़ा നിർദയി. He was very ruthless. He was very rude. നല്ല റൂഡായിരുന്നു രത്നാകർ. റൂഡായിട്ടുള്ള ruthless ആയിട്ടുള്ള ആളുകളല്ലേ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ഇങ്ങനെ കപ്പിയും പിടിച്ചു പറിക്കുകയൊക്കെ ചെയ്യാം. Like that, रत्नाकर was very ruthless or rude. वह लोगों से धन और चीजें छीनता था. धन means wealth, चीजें means goods. അല്ലേ? sometimes എന്താ ചെയ്യാറ്? snatch means ചീത്ത, പിടിച്ചു പറിക്കുക. Sometimes he snatch their wealth and goods. ആളുകളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? അവരിൽ നിന്ന് അവരുടെ സാധനങ്ങളൊക്കെ പിടിച്ചു പറിക്കാറുണ്ട്. कभी कभी उनको मारता भी था. Sometimes he killed them also. നോക്കണേ, കുറുമ്പ കാണിക്കണല്ലേ? സാധനങ്ങളൊക്കെ പിടിച്ചു പറിച്ചതും പോരാ, ചിലപ്പോ അവരെ കൊടുത്തില്ലാണെങ്കിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ തടയുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ he killed them also. അവരെ കൊല്ലുവരെ ചെയ്യും. इसी से अपने परिवार का पालन पोषण करता था. पालन पोषण എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ചെയ്യാം, അപ്ബ്രിംഗിംഗ് പറയാം. അല്ലേ? പാലൻ പോഷൻ, അപ്ബ്രിംഗിംഗ്, നമ്മൾ ടേക്ക് കെയർ ചെയ്യുക, അവരെ എന്താ പറയാ, സംരക്ഷിക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതുകൊണ്ടാണ് he using his wealth അല്ലെങ്കിൽ with this wealth, ഇവരിൽ നിന്നും തട്ടിപ്പറിക്കുന്ന ധനം ഉപയോഗിച്ചാണ് he take care of his family members. അവരുടെ ഫാമിലി, രത്നാകരന്റെ ഫാമിലി മെമ്പേഴ്സിനെ സംരക്ഷിച്ചിരുന്നത് using his wealth. ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന wealth, ധനം, ചീസേ, ലോകം. Again I will read that paragraph. एक जंगल में एक डाकू रहता था. उसका नाम था रत्नाकर. रत्नाकर बड़ा निर्दयी था. निर्दयी, ruthless or rude. वह लोगों से धन और चीजें छीनता था. कभी कभी उनको मारता भी था. इसी से अपने परिवार का पालन पोषण करता था. Understood? Next paragraph. एक दिन एक साधु उधर से होकर जा रहा था. साधु means saint, सन्यासी. एक दिन one day a
രത്നാകർ ഈ പിടിച്ചു പറിക്കുന്ന ആ വഴിയിലൂടെ ഒരു സന്യാസി വന്നു. രത്നാകർ ने साधु को पकड़ लिया. അല്ലേ? ഓൾവേസ് ഹിസ് ഡ്യൂട്ടി ഈസ് ദാറ്റ്. എന്താണ്? വരുന്നവരെയൊക്കെ പിടിക്കുക, അവരിൽ നിന്നുള്ളതൊക്കെ വാങ്ങി അവരെയൊക്കെ പറഞ്ഞയക്കുക, അല്ലെങ്കിൽ ഒന്നിനെ പറ്റില്ലെങ്കിൽ അവരെ കൊന്നിടുക. ഇതായിരുന്നു രത്നാകരന്റെ പണി. രത്നാകരനെ സാധു को पकड़ लिया. കണ്ടോ? എന്നിട്ടായി he caught that sadhu also. Then उसके हाथ पैर बांधकर, बांधना means tie, കെട്ടുക. हाथ पैर, hands and legs tied. പിടിച്ചതും പോരാ, എന്ത് ചെയ്തു? He tied up his legs and hands. Then beat. എന്നിട്ട് പിടിച്ച് കെട്ടിയതും പോരാ, അങ്ങോട്ട് അടിച്ചു. मारने लगा, beating. साधु ने शांत स्वर में कहा. ഈ സന്യാസിമാർക്കുള്ള പ്രത്യേകത അവർ പെട്ടെന്ന് പ്രകോപിതരാവില്ല, പെട്ടെന്ന് ആംഗ്രി ആവില്ല അല്ലെ? ചിലർക്കൊക്കെ വരാറുണ്ട്, പക്ഷെ ഒരു ഭാഗം എങ്ങനെയാണ്? സെയിന്റ് ഓൾവേസ് calm and quiet അല്ലെ? This saint is also very calm. He asked very silently, very quietly, very calmly. He calmly said, asked, said, not asked, said, പറഞ്ഞു. तुम मुझे क्यों मारते हो? Why are you beating me? ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ ഈ വഴി കൂടെ ഞാൻ പോവായിരുന്നു അല്ലേ? അപ്പൊ എന്തിനാ അടിക്കണേ? നമ്മളെ ഒരാളെ അടിക്കുമ്പോ നമ്മൾ എന്താ അറിയേണ്ടത്? എന്തിനാ നമ്മളെ കൈയും കാലൊക്കെ കെട്ടി അടിച്ചിരുന്നേന്നുള്ളതിന്റെ റീസൺ അറിയണം നമുക്ക് അല്ലേ? Like that, Saint also asked to the robber, to our Ratnagar, yeah, you beating me? Don't please, don't be. ഇതവനെ വളരെ സ്നേഹത്തോടു കൂടി പറയാണ്, അത് മാരോ, അടിക്കല്ലേ, ആവോ അല്ലേ സന്യാസി? मारने से तुम्हें पाप मिलेगा. അപ്പൊ എന്താ പറഞ്ഞത്? मारने से तुम्हें पाप मिलेगा. You will get saved. അല്ലേ? എന്നെ അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സൈൻ മീൻസ് പാപം അല്ലേ? പാപം കിട്ടും എന്നെ അടിച്ചാല്. ഒരു കാര്യമില്ലാണ്ട് ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരാളെ മുഖത്ത് അടിക്കുകയാണ് അല്ലേ? പറയാണ് എന്താണ്? മാർനെ സേ തുമേ പാപം മിലേഗാ. You will get sign after beating me. എന്നെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപം കിട്ടും എന്ന് പറഞ്ഞു. വഹ് പാപ് കോയി നഹീ ഭാണ്ടേഗാ. That sign അല്ലേ? കോയി നഹീ ഭാണ്ടേഗാ. Cannot be shared. No one cannot share this sign. ആർക്കും നിന്റെ ഈ പാപം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പാപം ആരെങ്കിലും ഷെയർ ചെയ്യാൻ വരുമോ? നമ്മൾ ചെയ്ത ആ പ്രവൃത്തിയുടെ ദോഷഫലങ്ങൾ ആരെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാൻ വരുമോ? ഇല്ല അല്ലേ? വഹ് പാപ് കോയി നഹീ ബാണ്ടേഗാ. ബാണ്ടന മീൻസ് ഷെയർ. To don't share, cannot, no one coming to share this sign. यह काम तुम छोड़ दो. छोड़ना means leave, ഉപേക്ഷിക്കുക. Please leave this job. കണ്ടോ? यह काम तुम छोड़ दो. അപ്പൊ സന്യാസി നമ്മുടെ റോബറിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്തൊക്കെയാ പറഞ്ഞു മനസ്സിലാക്കിയത്? Again, come to that paragraph. Start. एक दिन एक साधु उधर से होकर आ रहा था. One day a saint coming through that way. रत्नाकर ने साधु को पकड़ लिया. He caught that saint. उसके हाथ पैर बांधकर उसको मारने लगा. He tied his legs and hands, then started to beat him. साधु ने शांत स्वर में कहा. He asked calmly. He said, तुम क्यों मुझे मारते हो? Why are you beating me? मत मारो. Please don't beat. मारने से तुम्हें पाप मिलेगा. You will get sign to beating me. Then वह पाप कोई नहीं बांटेगा. That sign cannot be shared at anyone. ആരും തന്നെ നിന്റെ ഈ പാപത്തെ ഷെയർ
ये काम तुम छोड़ दो, please leave this job. എത്ര നല്ല ജോലി ചെയ്യാനല്ലേ, എത്രയോ ജോലികൾ നമുക്ക് നാട്ടിൽ ചെയ്യാനുണ്ടല്ലേ. എന്നിട്ട് ഈ കൽക്കലും പിടിച്ചു പറിക്കലും കൊല്ലലും ഇതൊന്നും വേണ്ട എന്നാണ് ആര് പറയുന്നത്? അവർ സേജ്. നെക്സ്റ്റ് പാരഗ്രാഫ് മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. we can go next paragraph. രത്നാകർക്ക് ആശ്ചര്യം हुआ. ഉണ്ടോ? afraid. പെട്ടെന്ന് തന്നെ afraid means ശരിക്കും പറഞ്ഞാൽ എന്താണ്? എക്സൈറ്റഡ് ആണ് ശരിക്കുള്ള വാക്ക്. you get excited, you got excited. എന്തേ കാരണം? ഞാൻ അടിച്ച ഒരാളും തന്നോട് ഇങ്ങനെ calmly quietly ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, പാപം കിട്ടുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. so he very excited. Ratnagar was very excited. സാധു നിഡർ ഹോക്കർ ബോൾ രഹാ താ. അപ്പോഴും നമ്മുടെ സെയിന്റ് എന്താണ്? he was saying without fear. അപ്പോഴും നമ്മുടെ സന്യാസി ഈ രത്നാകരനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ചെയ്യരുത്, പാപം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിഡർ മീൻസ് വിതൗട്ട് ഫിയർ. വിതൗട്ട് ഫിയർ നിഡർ ഹോക്കർ ബോൾ രഹാ താ. he saying without പേടിയില്ലാണ്ട് അല്ലേ, വിതൗട്ട് ഫിയർ. രത്നാകർ കുച്ച് ഡർ ഗയാ. അപ്പൊ ആരാണ് പേടിച്ചത്? രത്നാകർ ഫിയർഡ്, afraid. രത്നാകറിന് പേടിയായി. ഇതുവരെ ആരും തന്നോട് ഇങ്ങനെ പറയേ ഒന്നും ചെയ്തിട്ടില്ല, മാത്രമല്ല ഇത്രയും കഴിച്ചിട്ടും വളരെ കാമലി അല്ലെ ക്വൈറ്റ്ലി he is saying പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രത്നാകർ കുച്ച് ഡർ ഗയാ, he afraid. രത്നാകർ afraid. वह कहने लगा मैं यह काम कैसे छोड़ दूं? how can I leave this job? मैं यह काम कैसे छोड़ दूं? ഞാൻ എങ്ങനെയാ ഈ ജോലി കളയാ? എന്തായിരിക്കും കാരണം? ബുഡാ ബാപ്പ് ഹേ, my father is old. എനിക്കൊരു വയസ്സായ അച്ഛനുണ്ട്. ബുദ്ധി മാ ഹേ, mother also old അല്ലേ, ബുദ്ധയാണ്. ബുദ്ധ മീൻസ് വൃദ്ധൻ, വൃദ്ധ, ബുദ്ധി, വൃദ്ധ, ബുദ്ധ, വൃദ്ധൻ എന്നുള്ളതാണ്. അപ്പൊ രണ്ടുപേരും എങ്ങനെയാണ്? മദർ ആൻഡ് ഫാദർ ഈസ് വെരി ഓൾഡ്. സ്ത്രീ ഹേ, സ്ത്രീ മീൻസ് ഹിയർ വൈഫ്. വൈഫിനെയാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീ ശരിക്കും വുമൺ ആണ്, ഇവിടെ ഹിസ് വൈഫ് സ്ത്രീ. ബേട്ടാ ഹേ, ഹാവ് സൺ, എനിക്കൊരു മകനുണ്ട്, ഒരു ചൈൽഡ് ഉണ്ട്. इन सबका पालन मैं कैसे करूं? how can I take care of them? എനിക്ക് എങ്ങനെ ഇവരെ സംരക്ഷിക്കാൻ പറ്റും? എങ്ങനെയാണ് അവൻ വീട്ടിലെ ചെലവ് നടത്തിയിരുന്നത്? അവരുടെ വീട്ടിലെ പ്രവർത്തനമൊക്കെ ചെയ്തിരുന്നത് യൂസിങ് ദിസ് വെൽത്ത് അല്ലേ? ഈ പിടിച്ചു പറിച്ചിരുന്ന ഈ പൈസ വെച്ചുകൊണ്ടാണ് അവരുടെ വീട്ടിലെ ചെലവ്. അപ്പൊ ചോദിക്കുകയാണ്, how can I leave this job? എനിക്ക് എങ്ങനെ ഈ ജോലി വിടാൻ സാധിക്കും? my home, my house, there is a older man, my father, alle, my mother, my wife and a child also. how can I take care of them? എങ്ങനെ ഇവരെയൊക്കെ തന്നെ സംരക്ഷിക്കാൻ പറ്റും അല്ലേ? അവരുടെ ചോദ്യമാണ്. again I will read that paragraph. രത്നാകർ को आश्चर्य हुआ. साधु निडर होकर बोल रहा था ले, he is saying without fear. continuously പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ദോഷം ചെയ്യും, നിന്റെ ഈ ദോഷം ആരും ഷെയർ ചെയ്യാൻ ഉണ്ടാവില്ല, നീ ജോലി വിട്, നിനക്ക് നല്ലതല്ല അല്ലേ? just like that he saying without fear. രത്നാകർ कुछ डर गया. രത്നാകർ afraid. वो कहने लगा, he saying and he said എന്താണ്? मैं यह काम कैसे छोड़ूं? how can I leave this job? बूढ़ा बाप है, बूढ़ी माँ है, स्त्री है, बेटा है, इन सबका पालन मैं कैसे करूं? how can I take care of them? എനിക്ക് എങ്ങനെ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും എന്ന്. then next സാധു പറയാണ്, there is a conversation. so साधु say, तो क्या वे लोग तुम्हारा पाप बांट लेंगे? पाप means sign अല്ലേ? तो എങ്കിൽ നിങ്ങൾ so what will they share all your sign? നിന്റെ ഈ പാപമൊക്കെ അവര് ഷെയർ ചെയ്യോ? who asked this question?
Saint asked to our robber Ratnagar. That time Ratnagar replied, Ratnagar, क्यों नहीं? Why not? എന്തുകൊണ്ടില്ല? അല്ലേ? എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കാൻ Ratnagar. उन्हीं के लिए तो मैं ऐसा काम करता हूँ. I am doing this job for them. അല്ലേ? ഞാൻ ആർക്ക് വേണ്ടിയാ ഈ ജോലി ചെയ്യുന്നത്? उन्हीं के लिए for them. അവർക്ക് വേണ്ടിയാണ് I am doing this job. ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. So they must share. അവർ എന്തായാലും എൻ്റെ ഈ പാപം ഷെയർ ചെയ്യും എന്ന് ആര് പറയാണ്? രത്നാകർ. സാധു നെഹി അല്ലേ? പാപ പോയി നെഹിയിലേക്ക. No one takes side. ആരും ഈ പാപം എടുക്കില്ല. जाकर तुम उनसे पूछ लो. If any doubt you can ask them to them. അല്ലേ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ go and ask them. ചെന്ന് ചോദിക്കേ എന്ന് പറഞ്ഞു. अगर वे पाप बांट ले तो मुझे मारो. If they are ready to take this side, if they are ready to share this side, you can beat me. എന്താ പറഞ്ഞത്? നിനക്ക് അവര് നിന്റെ പാപം എടുക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് എന്നെ അടിക്കാം. പോയി ചോദിച്ചു നോക്ക് അല്ലേ? പറഞ്ഞു. Again I will read that conversation. Sadhu said, तो क्या वे लोग तुम्हारा पाप बांट लेंगे? No. What is meaning? എന്താണ്? So तो എന്ന് പറയണ क्या वे लोग they means they അവർ എന്നുള്ളതാണ്. तुम्हारा पाप बांट लेंगे. बांटना means share ചെയ്യുക എന്നുള്ളതാണ്. तुम्हारा पाप बांट लेंगे. Share on your side. They will share. रत्नाकर told, क्यों नहीं? Why not? उन्हीं के लिए तो मैं ऐसा काम करता हूँ. I am doing this job for them. അല്ലേ? ഞാൻ അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അവരെന്തായാലും എടുക്കും. സാധു നെഹി കോയി നെഹി ദേगा. No one take this side. जाकर तुम उनसे पूछ लो. Go ask them to. അവരോട് ചോദിച്ചു നോക്ക്. अगर वे पाप बांट ले तो मुझे मारो. If no agar means if they are ready to take this side, ready to share this side, you beat me. I have no problem. നിനക്ക് എന്നെ അടിക്കാം എന്ന് പറയുന്നു. സാധു को पेड़ से बांधकर रत्नाकर अपने घर गया. വെറുതെ പോയില്ല അല്ലേ? എന്താ ചെയ്തത്? he tied that sail on a tree. ഒരു മരത്തിന്റെ മുകളിൽ നമ്മുടെ സന്യാസിനെ കെട്ടിയിട്ടു and went home. എന്നിട്ട് വീട്ടിലേക്ക് പോയി. सबसे पूछा, asked them all, everybody, എല്ലാവരോടും ചോദിച്ചു അല്ലേ? पाप बांटने को कोई तैयार नहीं हुआ. No one was ready to share his side. ആരും തന്നെ എന്തിനു റെഡി ആയില്ല? to share his side. അവന്റെ പാപം ഷെയർ ചെയ്യാനായിട്ട്. बाप ने कहा, his father said, मैंने पाल पोसकर तुमको बड़ा किया. I have brought up you. അല്ലേ? by taking care of. ഞാൻ നിന്നെ വലുതാക്കി, വളർത്തി വലുതാക്കി. അല്ലേ? अब मैं बूढ़ा हो गया. Now I am old. ഇപ്പൊ ഞാന് വയസ്സായി. मेरा संरक्षण करना तुम्हारा कर्तव्य है. എന്താ പറഞ്ഞത്? My protection is your duty. അല്ലേ? ഞാനല്ലേ നിന്നെ വളർത്തി വലുതാക്കിയത്. So your duty എന്താണ്? protection करना, मेरा संरक्षण करना तुम्हारा कर्तव्य है. मैं पूरी ही लूंगा. I will take only your goodness. ഞാൻ goodness മാത്രമേ എടുക്കുള്ളൂ, നന്മ മാത്രമേ എടുക്കുള്ളൂ. പാപം ക്യോലു അല്ലേ? Why should I take your side? എന്തിന് ഞാൻ നിന്റെ പാപം എടുക്കണം? I want only your goodness. നല്ല പ്രവൃത്തി ചെയ്തിട്ട് നോക്കണമായിരുന്നു അല്ലേ? അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചീത്ത പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആര് മാത്രമാണ് ഉണ്ടാവുള്ളൂ? അവരവര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുകൂടി നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. Again I will read this paragraph. साधु को पेड़ से बांधकर रत्नाकर अपने
your goodness. I will take goodness only. I want only goodness. Why should I take side? Now our time is over. കുറച്ചും കൂടി ഉണ്ട് നമുക്ക് എടുക്കാനായിട്ട്. Take that next class. ഇതുവരെയുള്ള ഭാഗം read carefully. നന്നായിട്ട് വായിക്കുക. കംസെകം 5 times 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ പാഠം വായിച്ചിരിക്കണം. എന്നാലേ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. നല്ല കഥയൊക്കെയാണ്. കുറച്ച് നോട്ട്സ് ഒക്കെ പെൻഡിങ് ഉണ്ട്. അത് വാട്സാപ്പിലൂടെ അയച്ചു തരാം. മാക്സിമം ഇന്ന് ഞാൻ കുറച്ച് നോട്ട്സ് അയക്കും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. കുറച്ച് പേരൊക്കെ നോട്ട് കൃത്യമായിട്ട് അയക്കുന്നുള്ളൂ. പരീക്ഷ വരുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടും. നോട്ട് കൃത്യമായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ഞാൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരിലേക്ക് എത്തും അത് കേട്ടോ. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ധന്യവാദ്.